വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേലും ഇറാനും നടത്തിയ യുദ്ധത്തിന് താൽക്കാലികമായി വിരാമം കുറിച്ചിരിക്കുകയാണ്. ട്രംപിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ മുന്നോട്ടു പോകുന്ന ഇസ്രായേലിനെ, നെതന്യാഹുവിനെ പിടിച്ചു നിർത്താൻ അമേരിക്ക US പാടുപെടുകയായിരുന്നു. ട്രംപിന് ഒരു വിധത്തിലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധമാണ് ഇസ്രായേലിൻ്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും പെരുമാറ്റം എന്ന വിമർശനം പരക്കെ ഉയർന്നു വന്നതോടുകൂടി ട്രംപ് ചില കാർഡുകൾ ഉപയോഗിക്കുകയാണ് ഉണ്ടായത്. നെതന്യാഹുവിനെ ടെലിഫോണിൽ വിളിച്ച് സൗഹൃദ സംഭാഷണങ്ങൾ നടത്തിയാൽ മാത്രം നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല യുദ്ധം എന്ന തിരിച്ചറിവിലേക്ക് അമേരിക്കയും ട്രംപും എത്തുകയായിരുന്നു. കർശനമായ താക്കീതുകൾ നൽകിയപ്പോഴും അതൊക്കെ ലംഘിച്ചുകൊണ്ട് ലെബനാനിൽ ആക്രമണം നടത്തുന്ന നെതന്യാഹുവിനെയാണ് കണ്ടത്. ഇപ്രാവശ്യം ട്രംപ് രണ്ടും കൽപ്പിച്ച് വലിയ രീതിയിലുള്ള ഒരു ഷോക്കാണ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. നയപരമായ ചില തീരുമാനങ്ങൾ എടുക്കുമെന്ന അറിയിപ്പും താക്കീതും നൽകിയപ്പോഴാണ് നെതന്യാഹു യുദ്ധം അവസാനിപ്പിച്ചത്. ട്രംപിൻ്റെ മെസ്സേജ് വളരെ കൃത്യമായിരുന്നു. ട്രംപും അമേരിക്കയും കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു. നെതന്യാഹു ഏകപക്ഷീയമായി ഇനിയും യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അമേരിക്ക ചില നയനിലപാടുകൾ സ്വീകരിക്കുമെന്ന താക്കീതാണ് നെതന്യാഹുവിന് നൽകിയിട്ടുള്ളത്. രഹസ്യാന്വേഷണ വിവരങ്ങൾ പരസ്പരം കൈമാറുന്നതും അത്യാധുനിക യന്ത്രങ്ങൾ നൽകുന്നതും യുദ്ധോപകരണങ്ങൾ നൽകുന്നതും സബ്സിഡി നൽകുന്നതും ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും വെട്ടിച്ചുരുക്കുമെന്നും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഇസ്രായേൽ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഒറ്റപ്പെടുമെന്നും ശക്തമായ ഒരു താക്കീത് നെതന്യാഹുവിന് ട്രംപ് കൈമാറുകയുണ്ടായി. ഉപദേശം കൊണ്ടോ താക്കീത് കൊണ്ടോ അടങ്ങാത്ത നെതന്യാഹുവിനെ പിടിച്ചു കെട്ടാൻ നയപരമായ ചില തീരുമാനങ്ങളിലേക്ക് കൂടി ട്രംപും അമേരിക്കയും കടന്നു എന്ന് വേണം വിശ്വസിക്കാൻ. 15 ദിവസത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് ഒരു അന്തിമ കരാർ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് ട്രംപ് പ്രകടിപ്പിക്കുന്നത്. എന്നാൽ യുദ്ധത്തിനും സമാധാനത്തിനും രണ്ടിനും ഞങ്ങൾ തയ്യാറാണ് എന്ന നിലപാടാണ് ഇറാൻ ആവർത്തിക്കുന്നത്. അമേരിക്കയ്ക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ട്രംപിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയി മാറിയിരിക്കുന്നു.